ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇന്നത്തെ വീഡിയോ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞാൽ സാധാരണ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയല്ല. സ്മെല്ലില്ലാതെ അല്ലെങ്കിൽ പുഴുവിൻ്റെ ശല്യമില്ലാതെ നമുക്ക് വീട്ടിനകത്ത് വെച്ചിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മളിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അഴുകി പോകുന്ന എന്ത് സാധനം നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. പച്ചക്കറിയുടെ വേസ്റ്റോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റ് ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളോ എന്ത് സാധനമാണെങ്കിലും നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത് ഈ മണ്ണിലുള്ള ഒരുപാട് ബാക്ടീരിയകളും ഫംഗസുകളൊക്കെയാണ്. അപ്പോൾ ഒട്ടനവധി ടൈപ്പ് ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ മണ്ണിലുള്ള കാരണം ഇത് ഈ ഒരു ജൈവാവശിഷ്ടങ്ങളിൽ കയറി അതിനെ വിഘടിപ്പിച്ച് കമ്പോസ്റ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ സഹായിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ മാർക്കറ്റുകളിൽ ഒരുപാട് കമ്പോസ്റ്റിംഗ് ഏജൻറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പൗഡറായിട്ടും ലിക്വിഡായിട്ടൊക്കെ നമുക്ക് കമ്പോസ്റ്റിംഗ് ചെയ്യാൻ സഹായിക്കുന്ന പൗഡറുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കമ്പോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മൾ മണ്ണിലിട്ട് കഴിഞ്ഞ് അത് കമ്പോസ്റ്റായി മാറണമെങ്കിൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ബിന്നിലൊക്കെ ഇട്ട് അത് കമ്പോസ്റ്റായിട്ട് മാറണമെങ്കിൽ കുറച്ചധികം 3 മാസത്തിൽ കൂടുതലൊക്കെ സമയം എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കമ്പോസ്റ്റിംഗ് ഏജൻറ്റ് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 മാസം കൊണ്ടോ 15-20 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു കമ്പോസ്റ്റിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പൗഡറാണ്, കമ്പോസ്റ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള പൗഡറാണ്. വളം വിൽക്കുന്ന എല്ലാ കടയിൽ പോയി കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഓർഗാനിക് ആയിട്ടുള്ള കമ്പോസ്റ്റ് പൗഡറാണ്. നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള WDC എന്ന് പറഞ്ഞിട്ടുള്ള ഡീകമ്പോസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒരുപാട് കമ്പനികൾ പല ടൈപ്പ് കമ്പോസ്റ്റിംഗ് ഏജന്റുകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. വളം വിൽക്കുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാനുണ്ട്. ഇത് പറഞ്ഞാൽ കമ്പോസ്റ്റ് പൗഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ എടുത്തു തരും. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു പൗഡറാണ്. ഇത് സാധാരണ ഈ ഒരു ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ ശരിക്കും ഈ ചോക്ക് പൗഡറിൽ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള പാക്കറ്റുകൾ വരാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് വൈറ്റ് കളർ. അപ്പോൾ ഈ ചകിരിച്ചോറ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ചകിരിച്ചോറ് ആദ്യം ഒന്ന് നനയ്ക്കുക. അപ്പോൾ എന്ത് സാധനം കമ്പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അതിന് ചെറിയൊരു ഈർപ്പം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് നനച്ച ശേഷം ഈ പ്ലാസ്റ്റിക് കവറിൽ നമ്മളിതുപോലെ കുറച്ച് ചകിരിച്ചോറ് നിറയ്ക്കുക. അതിന് മുകളിൽ കുറച്ച് ഈ ഒരു പൗഡർ വിതറുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ചകിരിച്ചോറായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് നിറയ്ക്കാം. അങ്ങനെ ഇത് ഏകദേശം നന്നായിട്ട് ഫുള്ളായിട്ട് നമ്മൾ നിറയ്ക്കാം. വേറെ PVC പൈപ്പോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് ബിന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഫ്ലാറ്റുകളിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ ഈ സംഭവം ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കാണിച്ചു തന്നെ. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും അത് കമ്പോസ്റ്റൊക്കെ മാറുക. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. കൊണ്ടുവന്ന സാധനം കറക്റ്റ് ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. കമ്പോസ്റ്റ് പിന്നെ കൊണ്ടുവെക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് കമ്പോസ്റ്റ് ചെയ്യാൻ സാധ്യമല്ലാത്തത് കൊണ്ടൊക്കെയാണ് പലരും ഈ പണിക്ക് നിൽക്കാത്തത്. അപ്പോൾ നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ പോലും ഈസി ആയിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇത് നിറച്ചെടുക്കണം. ആദ്യം ചകിരിച്ചോറിനെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ജൈവമായിട്ട് അഴുകി പോകുന്ന എന്ത് സാധനം എടുത്ത് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈ ഒരു കവർ നിറച്ച് ഫുള്ളാക്കി വെച്ച ശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഓട്ടയിട്ട് കൊടുക്കുക. ഈ ഓട്ട ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം, ഇതിലിപ്പോൾ നമ്മൾ തളിച്ച വെള്ളം അടിയിലൂടെ ഊർന്ന് താഴോട്ട് വരും. ഈ വെള്ളം ഇതിൽ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ അത് ശരിയായി കമ്പോസ്റ്റിംഗ് നടക്കില്ല. അതുകൊണ്ടാണ് ഈ ഓട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓട്ടിട്ട് കഴിഞ്ഞാൽ അടിയിലൂടെ ഈ വെള്ളം പുറത്തോട്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലേക്കാണ് താമസിക്കുന്നതെങ്കിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഷീറ്റിൻ്റെ അടിയിൽ വിരിച്ച ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ വേണം ഈ ഒരു സാധനം കൊണ്ടുവെങ്കിൽ തറയിലൊക്കെ വെള്ളമായിട്ട് ആകെ വൃത്തികേടാവും. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വൃത്തികേടാവാത്ത ഒരു സ്ഥലത്ത് വേണം നമ്മളിത് കൊണ്ടുവയ്ക്കാൻ. ഇത് വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലേൽക്കാത്തൊരു സ്ഥലത്തായിരിക്കും നമ്മളിത് വെക്കേണ്ടത്. വെയിലുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബാക്ടീരിയകളും അതുപോലെ തന്നെ ഇതിലെ ഫംഗസൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റിങ് വളരെ സ്ലോ ആയി പോകും. അപ്പോൾ അത് പാടില്ല. അതിനുവേണ്ടി നമ്മൾ വെയിലൊന്നും ഏൽക്കാത്തൊരു ഭാഗത്ത് ഇട്ട് വെക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ച ആയപ്പോൾ തന്നെ ഇതിൻ്റെ കറുപ്പ് കളർ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റിംഗ് ആരംഭിച്ചതിൻ്റെ ലക്ഷണമാണ് ഈ കറുപ്പ് കളർ വരുന്നത്. അപ്പോൾ ഇത് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ കമ്പോസ്റ്റിംഗ് അടിയിലോട്ടും എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 30 ദിവസമായ കമ്പോസ്റ്റാണ്. 30 ദിവസം ആയപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ സൈസ് തന്നെ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 30 ദിവസം ആകുമ്പോഴേക്കും നല്ല കട്ട കമ്പോസ്റ്റ് നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇനി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കാം. റോസിനൊക്കെ നല്ല ഒരു കമ്പോസ്റ്റാണ്. റോസിനൊക്കെ നല്ലൊരു കമ്പോസ്റ്റാണ് ഈ ചകിരി കമ്പോസ്റ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ പൊട്ടാസ്യം, ഓർഗാനിക് ആയിട്ടുള്ള പൊട്ടാസ്യം ഉണ്ടാവും. ഇത് ചെടികൾക്ക് നല്ലിച്ചെടുക്കാനും സാധിക്കും. നമ്മൾ എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ഒരു കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം. നമുക്ക് എല്ലാ തരം ചെടികൾക്കും കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റേതായിട്ടുള്ള അളവ് നമ്മൾ കീപ്പ് ചെയ്യുക. ഇത് നമ്മളൊരു അരപ്പിടിയോളമാണ് നമ്മൾ ഈ ഒരു ചെടിയുടെ ചോട്ടിട്ട് കൊടുത്തത്. ചെടിയുടെ ചട്ടിയുടെ സൈസിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച റോസാണ്. അതിൽ വിരിയാതെ ഇരുന്ന് ആ മുട്ടെല്ലാം വിരിഞ്ഞിട്ട് ഇപ്പം കൂടുതൽ പൂക്കൾ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് പിന്നെയും പൂക്കൾ ഉണ്ടാവാനൊക്കെ ഒരുപാട് സഹായിക്കും.
നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് കാലം കൊണ്ടുപോകാനൊക്കെ നല്ല രീതിയിലുള്ള വളപ്രയോഗം നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇനി കടയിൽ നിന്ന് കമ്പോസ്റ്റൊക്കെ വാങ്ങിക്കുന്നത് നിർത്തുക. ഇതുപോലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി തുടങ്ങുക. വളരെ സിമ്പിളായിട്ട് ഇഷ്ടം പോലെ കമ്പോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് എടുത്ത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.